പുതിയ ക്യാപ്റ്റന്മാർ ഇന്നലെ തീരുമാനിച്ചതാണ് ആര് ജോലി ചെയ്യുന്ന അവർക്കേ ഭക്ഷണം കൊടുക്കാവുള്ളെന്ന്. അക്ബർ പോയി നൂറെ എടുത്ത് പറഞ്ഞ് നൂറെ ഫ്ലോറ് ക്ലീൻ ചെയ്യാനെന്ന്. നൂറ പറഞ്ഞ് ഇപ്പം പറ്റില്ലാന്ന്. ഇപ്പം ചെയ്യണം, ഇപ്പം ചെയ്തേ പറ്റത്തുള്ളെന്ന് അക്ബർ വാശി പിടിച്ച്. നൂറയ്ക്കും വാശിയായി. നൂറ പറഞ്ഞ് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ അക്ബർ പറഞ്ഞ് ചെയ്തില്ലെങ്കിൽ ഭക്ഷണമില്ലെന്ന്. അപ്പം നൂറ പറഞ്ഞ് എനിക്ക് ഭക്ഷണം വേണ്ടാന്ന്. അപ്പം അവിടെ ഇരുന്നുകൊണ്ട് സാവുമ്മോനൊക്കെ പറഞ്ഞു. കുറേ നേരം അവർ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് സാവുമ്മോൻ പറഞ്ഞ് ഫ്ലോറൊക്കെ അഴുക്കായിട്ടുണ്ടെന്ന്. അപ്പം നൂറ പറഞ്ഞ് ഫ്ലോറിനേക്കാളും അഴുക്കാണ് ഇവിടുത്തെ ക്യാപ്റ്റൻസി. നൂറ ഇന്നലെ രാവിലെയും ഭക്ഷണം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള വഴക്കുണ്ടായിരുന്നു. ഇപ്പം വീണ്ടും നൂറയ്ക്ക് രാത്രിയിൽ ഭക്ഷണമില്ല, എല്ലാവർക്കും ഭക്ഷണം കഴിക്കുന്നു. നൂറ എടുത്ത് അക്ബർ പറഞ്ഞ് ഭക്ഷണം എടുക്കാൻ പറ്റത്തില്ലെന്ന്. നൂറ പറഞ്ഞ് ഞാൻ മരുന്ന് കഴിക്കുന്ന എൻ്റെ അടുത്ത് ഭക്ഷണം കഴിക്കേണ്ടെന്ന് പറഞ്ഞു. മരുന്ന് കഴിക്കുന്ന എനിക്കാണ് ഭക്ഷണം തരാമെന്ന് പറഞ്ഞപ്പം ആര്യം പറഞ്ഞു നൂറ ഭക്ഷണം എടുത്ത് കഴിച്ചോളാം. നൂറ പറഞ്ഞു എനിക്കിനി ആ ഭക്ഷണം വേണ്ട, എന്നെ അടുത്ത് എടുക്കുക, എൻ്റെ മുഖത്ത് നോക്കി ഒരാൾ പറഞ്ഞത് എടുക്കല്ലെന്ന്, പിന്നെ എനിക്കെന്തിനാണ് ഭക്ഷണം എന്ന് പറഞ്ഞ് നൂറ ഭയങ്കര ഇതിൽ ചൂടാകുകയാണ്. അപ്പോൾ അനീഷ് പറയുന്നത് ഇത്രയും കാലത്തിനകത്ത് വെച്ച് ഇങ്ങനെ ഒരു ക്യാപ്റ്റൻസി വന്നിട്ടില്ല. ഇങ്ങനെ ഒരു ക്യാപ്റ്റനെ സഹിക്കാം, 2 ക്യാപ്റ്റനെ സഹിക്കാം, ഇത് 3 പേരും ഒരേ കണക്ക്. അത് ഭക്ഷണ കാര്യത്തിൽ ഒരു ക്യാപ്റ്റന് ഇന്ന് വരെ ഇവിടെ ഞങ്ങൾക്ക് ഭക്ഷണം തരത്തില്ലെന്ന് പറഞ്ഞിട്ടില്ല. ഈ ഭക്ഷണ കാര്യത്തിൽ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അനീഷ് അക്ബറിനോട് ചോദിക്കുന്നു. ഒരു ക്യാപ്റ്റൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വന്നാൽ അതും ഓക്കെ, അത് നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാം. ഇത് 3 പേരും കൂട്ടായ്മയോടെ എടുത്ത് ഇങ്ങനെ ഒരാളുടെ ഫുഡ് നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അത് തെറ്റായ ഒരു കാര്യമാണെന്ന് അനീഷ് ശക്തമായി വാദിക്കുകയാണ്. അക്ബർ പറയുന്നത് ഞങ്ങൾ വളരെ മാന്യമായിട്ടാണ് പറഞ്ഞത് ജോലി ചെയ്താലേ ഫുഡുള്ളെന്ന്. അപ്പോൾ നൂറ പറയുന്നത് എനിക്ക് ഫുഡ് വേണ്ട, ഞാൻ വേണ്ടാന്ന് പറഞ്ഞല്ലോ, എനിക്ക് ഫുഡ് വേണ്ട. അങ്ങനെ ചൂടായി ജോലി ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യാൻ സൗകര്യമില്ലടോ എന്ന് നൂറ. അപ്പം ഞങ്ങൾ ഇന്നലെ ജോലി ചെയ്യാത്തതിന് ഇവിടെ എല്ലാവരും കൂടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കില്ല, ഞങ്ങൾ ഇന്നലെ കുക്ക് ചെയ്തില്ലെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ ചെയ്യാതിരുന്നാൽ പ്രശ്നമില്ലേന്ന് അക്ബർ. എനിക്ക് തോന്നുമ്പോൾ ഞാൻ അടിച്ച് വരുള്ളൂ, ഇയാളുടെ പാടിന് ഓടുമെന്ന് നൂറ പറയുന്നു. എനിക്ക് തോന്നുമ്പോഴേ ഞാൻ അടിച്ച് വരുന്നുള്ളൂ, എന്നെ അടുത്ത് പറഞ്ഞ് ചെയ്യിപ്പിക്കാമെന്ന് ആരും നോക്കണ്ട, എനിക്ക് ഫുഡ് വേണ്ട. ഞങ്ങളെ കുറ്റം പറയുന്നതിന് മുമ്പേ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്ന അക്ബർ. ജോലി ചെയ്യാൻ എനിക്കറിയാം, ജോലി ചെയ്യാൻ ഓർഡർ ഇടണ്ടെന്ന് നൂറ പറയുന്നു. നിങ്ങളെപ്പോലെ ഞങ്ങളും ടയർഡായിരുന്നു, ഈ വയ്യാത്ത കൈ കൊണ്ടാണ് ഞങ്ങൾ ഈ മാവ് കുഴയ്ക്കുന്നതും ജോലി ചെയ്യുന്നതും. നൂറ പറയുന്നത് ഒരു പ്രശ്നമില്ല, വയ്യാത്ത കൈ കൊണ്ട് ഉണ്ടാക്കിയെങ്കിൽ 3 പേരോട് ഇരുന്ന് കഴിച്ചു, എനിക്ക് വേണ്ട, എൻ്റെ ഫുഡും കൂടെ 3 പേരോട് ഇരുന്ന് കഴിച്ചോ. അങ്ങനെ ഒരാളുടെ ഭക്ഷണം എടുത്ത് കഴിക്കുമ്പോൾ നിനക്കൊക്കെ വയറ് നിറയെങ്കിൽ നീ അങ്ങ് നിറച്ചോ. ഞങ്ങൾ 3 പേരല്ലാതെ ഒരാൾ പോലും ജോലി ചെയ്തിട്ടില്ല. അനീഷിൻ്റെ ജോലിയല്ല അനീഷ് രാവിലെ തന്നെ കൃത്യമായിട്ട് ചെയ്തെന്ന് അനീഷ് ഈവനിങ് പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഒരാളുടെ ഭക്ഷണം നിഷേധിക്കുന്നത് തെറ്റ് തന്നെയാണെന്ന് അനീഷ്. നൂറ പറയുന്നത് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ നാളെ ചെയ്തോളൂ, ഇന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, നീ ഭക്ഷണം വേണ്ട, നീയാണ് ക്യാപ്റ്റൻ, നീ അന്നേരം അനീഷേട്ടനോട് പറയണം. അനീഷേട്ടനോട് പറഞ്ഞപ്പോൾ അനീഷേട്ടൻ പറഞ്ഞാൽ നൂറ പറയട്ടെന്നാ. അനീഷേട്ടൻ നീയാണ് ക്യാപ്റ്റൻ, അപ്പോൾ അനീഷിൻ്റെ കേട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല, അപ്പോൾ നീ തന്നെ ചെയ്യിപ്പിക്കണം. അനീഷ് പറയുന്നത് ഞാൻ എൻ്റെ ജോലി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ ദിവസം ഒരു ഡ്യൂട്ടി നടന്നിട്ടില്ല, ഫ്ലോർ നടന്നിട്ടില്ല, ബാത്റൂം നടന്നിട്ടില്ല. ആദില പറയുന്നത് ആര് പറഞ്ഞു ബാത്റൂം നടന്നിട്ടില്ലെന്ന്? ബാത്റൂം നടന്നിട്ടുണ്ട്, നിങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ പറയില്ലെന്ന് ആദില. ഇങ്ങനെ നുണ പറയാവോ? അക്ബറിനെ നോക്കി ആദില പറയുന്നു. എൻ്റെ ഷെയർ എടുത്ത് കഴിക്കുക, ഒരു കുഴപ്പമില്ലെന്ന് നൂറ പറയുന്നു. ഒരാടെ ഷെയർ ഞങ്ങൾക്കെടുത്ത് കഴിക്കേണ്ട ആവശ്യമില്ലെന്ന് അക്ബർ. ഞങ്ങളും ടാസ്ക് എല്ലാം ചെയ്തിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ വന്ന് ചെയ്യുന്നത്, അപ്പോൾ ഞങ്ങൾ നാളെ ചെയ്യട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമെന്ന് അക്ബർ. എല്ലാ ദിവസവും ഇവിടെ ഡ്യൂട്ടി നടക്കണമെന്ന് അക്ബർ. നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുന്ന നൂറ. ഞങ്ങളുടെ ഡ്യൂട്ടിയല്ല ഞങ്ങൾ ചെയ്തത്, ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കിയത്, ഞങ്ങൾ എന്താ ഭക്ഷണം ഉണ്ടാക്കാതിരുന്നത്? ഞങ്ങളുടെ ഡ്യൂട്ടി ഞങ്ങൾ ചെയ്തു, ഞങ്ങൾ മാത്രമേ ഇവിടെ നിന്ന് ഡ്യൂട്ടി ചെയ്തോളൂ. ഞാൻ നാളെ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നാളെ ചെയ്തോളൂ. അപ്പോൾ ഇന്നത്തെ ജോലി ആര് ചെയ്യുമെന്ന് പറഞ്ഞാൽ എങ്കിൽ നിങ്ങൾ ചെയ്തോ, നിങ്ങളെങ്കിൽ ചെയ്യുന്നു, നിങ്ങൾക്ക് ഇന്ന് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇന്ന് ചെയ്തോ. നൂറ പറയുകയാണ് ഞാൻ എൻ്റെ ടീമിനോടും പറഞ്ഞിട്ടുണ്ട് നാളെ ചെയ്താൽ മതിയെന്ന്. ഇവിടെ എത്രയോ ആളുകൾ ജോലി ചെയ്യാതിരുന്നിട്ടുണ്ട്, അവർക്കൊന്നും ഭക്ഷണം കൊടുക്കത്തില്ലെന്ന് ഒരു ക്യാപ്റ്റനും പറഞ്ഞിട്ടില്ലെന്ന് അനീഷ് പറയുന്നു. അതും ജോലി ചെയ്യാൻ പറയുന്ന ആരാ? ഒരു ജോലിയും ചെയ്യാതിരിക്കുന്ന ഒരുത്തനാണ് ജോലി ചെയ്യാൻ പറയുന്നതെന്ന് നൂറ പറയുന്നു. ഞാൻ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ടെന്ന് അക്ബർ, അതാരും കാണുന്നില്ലെന്ന് നൂറ. ഒരു ദിവസത്തെ ജോലി ഞാൻ നാളെ ചെയ്യാമെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇതുവരെയെന്ന് അക്ബർ. ഞാൻ അങ്ങനത്തെ വർത്തമാനം പറഞ്ഞിട്ടില്ല, അങ്ങനത്തെ വർത്തമാനം പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് അക്ബർ പറയുന്നു. അതുകൊണ്ട് എന്താ ഒരാളുടെ ഫുഡ് കിട്ടിയില്ലേ, സന്തോഷമായില്ലേ, 3 പേർ കൂടെ വീതിച്ച് കഴിക്കാമല്ലോ എന്ന് നൂറ. നിങ്ങളെന്തിനാണ് അനീഷേട്ടനോട് പറയുന്നത്? അനീഷേട്ടനല്ല ക്യാപ്റ്റൻ, ഞാനാണ് ക്യാപ്റ്റൻ, ഞാനാണ് അനീഷേട്ടനോട് ജോലി പറയുന്നത്. നിങ്ങളെന്തിനാ അനീഷേട്ടനോട് ജോലി ചെയ്യാൻ പറയേണ്ട കാര്യം എന്താ? നിങ്ങൾ എന്നോടാണ് പറയേണ്ടത് എന്ന് നൂറ പറയുന്നു. നിന്നോടാണ് ആദ്യം പറഞ്ഞത്, അപ്പം നിനക്ക് ഇന്ന് സൗകര്യമില്ലെന്ന് പറഞ്ഞാൽ നിനക്ക് ഇന്ന് സൗകര്യമില്ലെന്നാണ് നീ പറഞ്ഞത്, അല്ലാതെ ഞാൻ ഇച്ചിരി കഴിഞ്ഞ് ചെയ്യാമെന്നല്ല നീ പറയുന്നത്. നിനക്ക് ഇന്ന് സൗകര്യമില്ല, നീ നാളെ ചെയ്യത്തുള്ളൂ. അതെന്ത് ന്യായമാണ്? ഇന്ന് ചെയ്യേണ്ട ഡ്യൂട്ടി നാളെ ചെയ്യാം, അപ്പം നാളത്തെ ഡ്യൂട്ടി എപ്പോൾ ചെയ്യും എന്ന് അക്ബർ. അനീഷ് പറയുന്നത് അക്ബർ നിങ്ങൾ 3 പേരും ക്യാപ്റ്റനാണ്, നിങ്ങൾ 3 പേരും നല്ല ക്യാപ്റ്റനാണെങ്കിൽ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും, നിങ്ങൾ അത് ചെയ്യും ഫസ്റ്റ്. ജോലി ചെയ്യുമെങ്കിലേ ഭക്ഷണം തരത്തോളം എന്ന് പറയുന്നത് ഇവിടെ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. എത്രയോ തവണ എല്ലാവരും ജോലി ചെയ്യാതിരുന്നിട്ടുണ്ട്.
നൂറെ അനീഷ് ഒഴിച്ച് ബാക്കി എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അനീഷ് നൂറെ മാത്രമാണ് ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്. അനീഷ് ഫുൾ സപ്പോർട്ടുമായിട്ട് നൂറയ്ക്ക് വേണ്ടി സംസാരിക്കുകയാണ്. അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.